UFO അഥവാ അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ്. ഇതിനെക്കുറിച്ച് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. വർഷങ്ങളായി UFOകൾ ആളുകളെ ആകർഷിക്കുകയും ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി എണ്ണമറ്റ UFOകൾ കണ്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് തെളിയിക്കപ്പെടേണ്ട വസ്തുതകൾ മാത്രമാണ്. UFOകളുടെ ചരിത്രത്തെക്കുറിച്ച് വ്യക്തമായി അറിയാനായി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്ററി ബസ്റ്റേഴ്സ്. 1947 ആദ്യമായി UFO കണ്ടതായി റിപ്പോർട്ടുകൾ വന്നത്. അന്ന് പ്രൈവറ്റ് പൈലറ്റായ അർണോൾഡ് കെന്നത്ത് തന്റെ ചെറിയ വിമാനത്തിൽ പറക്കുന്നതിനിടയിൽ വാഷിംഗ്ടണിലെ റൗണ്ട് റൈനറിന് സമീപം 9 അതിവേഗ വസ്തുക്കളുടെ കൂട്ടം കണ്ടതായി അയാൾ അവകാശപ്പെട്ടു. ചന്ദ്രകലയുടെ ആകൃതിയിലുള്ള വസ്തുക്കളുടെ വേഗത മണിക്കൂറിൽ അനേകായിരം മൈലായിരുന്നു. അവയുടെ സഞ്ചാരം വെള്ളത്തിൽ വീഴുന്ന സോസർ അഥവാ തളിക പോലെയാണെന്ന് അയാൾ പറഞ്ഞു. തുടർന്നുള്ള പത്ര റിപ്പോർട്ടിൽ വസ്തുക്കളുടെ ആകൃതി സോസറിന്റെ ആകൃതിയിലാണെന്ന് തെറ്റായി പ്രസ്താവിച്ചു. ഇതിനെ തുടർന്ന് ഈ വസ്തുവിനെ എല്ലാവരും ഫ്ലൈയിങ് സോസർ അഥവാ പറക്കും തളിക എന്ന് വിശേഷിപ്പിക്കാൻ തുടങ്ങി. ഇതിനുശേഷം UFO കണ്ടതായ പല വാർത്തകൾ പുറത്തു വരാൻ തുടങ്ങി. 1948 ഈ റിപ്പോർട്ടുകളെ കുറിച്ച് US എയർഫോഴ്സ് അന്വേഷണം ആരംഭിച്ചു. 1947 വാഷിംഗ്ടണിലെ പുഗറ്റ് സൗണ്ട് എന്ന തുറമുഖത്താണ് മൗറി ദ്വീപ് ഇൻസിഡൻസ് എന്നറിയപ്പെടുന്ന സംഭവം നടന്നത്. ഡോണറ്റ് ആകൃതിയിലുള്ള ഒരു വലിയ വസ്തു പുഗറ്റ് സൗണ്ടിന്റെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതായി കാണപ്പെട്ടു. പാറകളും ലോകശകലങ്ങളും ഉൾപ്പെടെയുള്ള വിചിത്ര വസ്തുക്കൾ അതിൽ നിന്ന് പുറത്തേക്ക് വീഴുന്നതായി മൗറി ദ്വീപിലെ 2 ദൃക്സാക്ഷികൾ റിപ്പോർട്ട് ചെയ്തു. ഇതുപോലെ 1956 ഇംഗ്ലണ്ടിലെ ബെൻവാറ്റേഴ്സ് ലേക്കൻ ഹീത്ത് എയർബേസുകൾക്ക് മുകളിലൂടെ ആകാശത്ത് വിചിത്രമായ ലൈറ്റുകൾ കണ്ടു. ആകാശത്തിൽ അവ വളരെ വേഗത്തിൽ പറക്കുകയും അവയ്ക്ക് വലിപ്പവും കൂടുതലായിരുന്നു. സൈനികർ ഉൾപ്പെടെ ഒന്നിലധികം സാക്ഷികളാണ് ഈ ദൃശ്യം റിപ്പോർട്ട് ചെയ്തത്. യൂറോപ്പിലെ ഏറ്റവും നിഗൂഢവും വിശദീകരിക്കപ്പെടാത്തതുമായ UFO കാഴ്ചകളിലൊന്നായി ഇത് ഇന്നും തുടരുന്നു. വീണ്ടും ഇതുപോലെ UFO കണ്ടതായ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരുന്നു. എന്നാൽ ഇതിൽ ചില സംഭവങ്ങൾ എടുത്തു പറയത്തക്കതായിട്ടുള്ളതായിരുന്നു. ഉദാഹരണത്തിന് 1966 ഓസ്ട്രേലിയയിലെ മെൽബണിൽ വെസ്റ്റാളിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു സ്കൂളിന് മുകളിൽ ഒരു വലിയ ഡിസ്കിന്റെ ആകൃതിയിലുള്ള വസ്തു ആകാശത്തു നിന്ന് ഇറങ്ങിയതായി കണ്ടു. ഈ വസ്തു നിശബ്ദമാണെന്നും പ്രകാശം പുറപ്പെടുവിക്കുന്നതായും ദൃക്സാക്ഷികൾ പറഞ്ഞു. മാത്രമല്ല അത് വീണ്ടും പറന്നുയരുന്നതിന് മുമ്പ് സമീപത്തെ ഒരു വയലിൽ അല്പനേരം ഇറങ്ങിയതായി റിപ്പോർട്ടുണ്ട്. സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ നിരവധി സാക്ഷികളാണ് ഈ ദൃശ്യം കണ്ടത്. 1980 ഇംഗ്ലണ്ട് റാഫ്ബൻ വാട്ടേഴ്സിന്റെ റാഫ്വുഡ് ബ്രിഡ്ജിന്റെ സംയുക്ത UK സൈനിക താവളത്തിന് സമീപമാണ് റെയിൻഷാം ഫോറസ്റ്റ്. ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് സൈനിക ഉദ്യോഗസ്ഥർ വനത്തിനുള്ളിൽ ഒരു അജ്ഞാത തിളങ്ങുന്ന വസ്തുവിനെ കണ്ടുമുട്ടി. അതൊരു ലോഹമായിരുന്നു. അതിൽ നിന്ന് പ്രകാശം പുറത്തു വരുന്നുണ്ടായിരുന്നെന്നും അവർ പറഞ്ഞു. വസ്തുവിന്റെ ഉപരിതലത്തിൽ വിചിത്രമായ ചിഹ്നങ്ങൾ കൊത്തിവെച്ചിരുന്നതും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇന്നും ഈ സംഭവത്തിന് കൃത്യമായൊരു വിശദീകരണം കണ്ടെത്താനായിട്ടില്ല. സ്ഥിരമായി അന്യഗ്രഹ ജീവികൾ വരാറുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഗ്രാമം. അവിടെ അവരെ സ്വീകരിക്കാൻ ഒരു ഏലിയൻ പ്രതിമ. മെലാപ്കെ ഗ്രാമം എന്നാണ് ഈ ഗ്രാമത്തിന്റെ പേര്. റഷ്യയിലെ പേം മേഖലയിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ അന്യഗ്രഹ ജീവികൾ അഥവാ ഏലിയനുകളെ കണ്ടിട്ടുള്ളതായ റിപ്പോർട്ടുകൾ ഏറെയാണ്. 1980കളിലാണ് ആദ്യമായി ഏലിയനുകളെ ഇവിടെ കണ്ടതായി റിപ്പോർട്ട് ചെയ്തത്. അന്യഗ്രഹ ജീവികൾക്ക് ഇവിടെ ഒരുപാട് പ്രിയപ്പെട്ടതാണെന്ന് ഇവിടുത്തെ ഗ്രാമവാസികൾ വിശ്വസിക്കുന്നു. അതിനാൽ വിനോദസഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുന്ന സ്ഥലം കൂടിയാണ് ഈ ഗ്രാമം. ഇത്തരത്തിലുള്ള അസാധാരണമായ ആകാശ കാഴ്ചകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളെ ശക്തമായി പിന്തുണയ്ക്കാൻ ആവശ്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല. എന്നിരുന്നാലും 2021 സെപ്റ്റംബറിന് ഇത്തരം സംഭവങ്ങൾ ശാസ്ത്രീയമായി സുതാര്യമായി പഠിക്കാൻ മാർക്ക് മഗ്നേനി എന്നറിയപ്പെടുന്ന നാസയുടെ UPA റിസർച്ച് ഡയറക്ടറുടെ നിയമനം ആദ്യമായി നാസ റിപ്പോർട്ട് ചെയ്തു. ഇതൊക്കെയാണെങ്കിലും ഭൂമിക്ക് പുറത്ത് പ്രപഞ്ചത്തിൽ നിലനിൽക്കാവുന്ന ജീവൻ അഥവാ അന്യഗ്രഹ ജീവികൾ എന്നത് തള്ളിക്കളയാനാവാത്ത വസ്തുതയാണ്. സൗരയുഗത്തിൽ മറ്റെവിടെയെങ്കിലും ജീവന്റെ തുടിപ്പുണ്ടാകുമോ? ഇതെല്ലാം മനുഷ്യൻ ഇനിയും കണ്ടെത്തേണ്ട നിഗൂഢമായ രഹസ്യങ്ങളാണ്.